Stop please. Oh, where is the break? എന്താ ബ്രദർ? ഒരു ചായ കുടിച്ചാലോ? ഓക്കെ. അച്ഛൻ 2 സ്ട്രോങ് ടീ, അതിലൊന്ന് ലൈറ്റ്. ആ ലൈറ്റ് ടീ അത്ര അങ്ങോട്ട് ലൈറ്റ് ആക്കണ്ട, കുറച്ച് കിടപ്പം കുറഞ്ഞോട്ടെ. യാ സ്ട്രോങ് ആയിട്ട് ലൈറ്റ്, ലൈറ്റ് ആയിട്ട് സ്ട്രോങ്. ചേട്ടാ ഇവിടുന്ന് കോയമ്പത്തൂർക്ക് ഒരു എത്ര കിലോമീറ്റർ വരും? കാറിലോ ബസ്സിലോ? ജീപ്പിൽ. ജീപ്പിലാണെങ്കിൽ 50 കിലോമീറ്ററോളം വരും. ഓഹോ, കാറിലാണെങ്കിലോ? കൂടും, 60ഓളം വരും. ഓ, ജീപ്പിന് വന്നത് നന്നായി അല്ലേ ബ്രദറെ? യാ പോലെ. ഏയ് പോലെ വണ്ടി വിടല്ലേ ബ്രദറെ, എങ്ങോട്ടാ? ഏയ് നിർത്ത് ഏയ് നിർത്താൻ. ഏയ് വണ്ടി നിർത്താൻ. ഏയ് വണ്ടി നിർത്ത്. എന്താ ഇങ്ങോട്ട് മാറാൻ വേണ്ടി. അതന്നെടാ. അതെ, എന്താടോ? ഏയ് ആള് മാറിപ്പോയി. താൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. ഇയാക്കെന്താ പ്രാന്താണോ? അയ്യേ, സോറി. വെറുതെ മനുഷ്യനെ കിടത്താൻ. എന്താ ബ്രദറെ പ്രശ്നം? അത് വേറൊരാളാണെന്ന് കരുതി. ഇത്രയും കാലമായിട്ടും ബ്രദറിന് ഇത് മതിയായില്ലേ? ബ്രദറിന് വേറെ പണിയൊന്നുമില്ലേ? ബ്രദർ പോ. എത്ര മാഷേ? 10 രൂപ. ബ്രദർ എങ്ങോട്ടാ? ചായയുടെ കാശ് കൊടുക്കാൻ. വേണ്ട, ഞാൻ കൊടുത്തോളാം. ഏയ് കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം കാശ്. എന്നാലേ ചായക്ക് ഓർഡർ കൊടുത്ത് ഞാൻ കൊടുത്തോളാം. വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. ബ്രദർ പ്രശ്നം ഉണ്ടാക്കണം. ഇതെന്റെ അപമാനത്തിന്റെ പ്രശ്നമാണ്. അതെ, അപമാനത്തിന്റെ അല്ല, അഭിമാനത്തിന്റെ. അത് പറയണ്ട. ഞങ്ങള് ബ്രദേഴ്സ് തമ്മിലുള്ള പ്രശ്നത്തിൽ താൻ ഇടപെടണ്ട കേട്ടോ. എന്താ ബ്രദറിന് കാശ് കൊടുക്കണോ? ഏയ് ബ്രദറിന്റെ വാശിയല്ലേ, കൊടുത്തു. ബ്രദറിന് വിഷമായോ? ഏയ് ദാ, 10 രൂപ എന്നല്ലേ താൻ പറഞ്ഞത്? അത് ചായയുടെ. ഈ കടതല്ലി പൊളിച്ചതിന്റെ കാശാണ് തരും. അതെത്ര? അത് 3500. അത് ബ്രദർ തരും. ഞാനാ എന്തിന്? ബ്രദറിലെ പ്രശ്നം തുടങ്ങി. ബ്രദറിലെ പ്രശ്നം മനസ്സിലാക്കിയത് ഞാനും കൊടുക്കൊന്നുമില്ല. കൊടുക്കും. പക്ഷെ അടുത്ത പ്രശ്നത്തിന് ബ്രദർ കൊടുത്തോളാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. അല്ല പിന്നെ ഇത് എന്റെ അപമാനത്തിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലടോ? അയ്യോ പിന്നെ അതാ കറക്റ്റ്. 1 2 3 4